ഇന്ന് നിങ്ങൾ ചെയർപേഴ്സന്റെ ആ രീതി കണ്ടതാണ്. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ കുറെ കാര്യങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിച്ചു വെച്ചിട്ട് അങ്ങ് പറയുകയാണ്. അപ്പൊ ഞങ്ങൾ ഈ കൌൺസിലിൽ ചില ചോദ്യങ്ങളെ ചോദിച്ചു. പക്ഷേ ഞങ്ങൾ ഇവിടെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഭരണസ്തംഭനമുണ്ട്. പക്ഷേ ഞങ്ങൾ ഇന്ന് ആ വിഷയം അജണ്ട ചർച്ച ചെയ്യാത്ത ഞങ്ങൾക്ക് മാന്യത വെച്ചാൽ ഞങ്ങൾ അവിശ്വാസത്തിന് പരുന്ന കാരണങ്ങൾ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് അന്ന് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ എനിക്കിത് ആകെ പറയാനുള്ളത്, പാലാ നഗരസഭയ്ക്ക് നിങ്ങൾക്കറിയാം 1947 മുനിസിപ്പാലിറ്റി ആയ നഗരസഭയായത്. അതിന് അതിൻ്റെതായ ഒരു അന്തസ്സും പ്രൗഢിയും ഗൌരവവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിഷയമല്ല. അവിശ്വാസം പാസ്സാവുന്നതൊക്കെ അറിയാം. 100% അവസാനം. കാരണം അതിന് കാരണം അല്ല, അത് നിങ്ങളൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പം പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രിയാത്മക പ്രതിപക്ഷമായിട്ടാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് ആണല്ലോ. അത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പാലായിലെ മണ്ഡലം കമ്മിറ്റിയും കൌൺസിലർമാരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞിരിക്കുന്നു ഈ ചെയർപേഴ്സൺ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങളല്ല പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ച് പാലായിലെ പൊതുസമൂഹം പറഞ്ഞു അവിശ്വാസം കൊണ്ടുവരണ 9 പേർ പിന്തുണ വേണം. അവർക്കില്ല. അപ്പൊ അല്ലല്ല കോൺഗ്രസ് അല്ലോ. തിരിച്ചു ചോദിക്കട്ടെ. ഞങ്ങൾ പ്രതിപക്ഷം 12 പേര് അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സമയത്ത് അവരുടെ 6 പേരും കൂടി പറഞ്ഞിരിക്കുന്നു ചെയർപേഴ്സൺ വിശ്വാസം ഇടുന്നു. അപ്പൊ ഞങ്ങൾ എന്താ പറയുന്നത്? അനിശ്ചാവസ്ഥ കൊണ്ടുവരണേ. നിങ്ങൾ പറ, ഈ പാലാ നേരത്തെ അനാഥമാക്കണോ? അനാഥാക്കിയാലും ഞങ്ങൾ പറഞ്ഞു അത് ഞങ്ങളുടെ ദൗത്യമല്ലേ, ഉത്തരവാദിത്വമല്ലേ? ആ നിലപാട് തന്നെയാ. ഞങ്ങൾ അധികാരത്തിന് വേണ്ടിയല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, കോൺഗ്രസിന്റെ വിമതയായിട്ട് ജയിച്ചിരിക്കും മായ രാഹുലിനെ ചെയർപേഴ്സൺ ആക്കിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ? ഒരു ഒത്തുതീർപ്പില്ല. കാരണം മായ രാഹുൽ ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് എന്താ? UDF പ്ലാറ്റ്ഫോമിലാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? UDF പ്ലാറ്റ്ഫോമിലല്ലേ അവര് ആണല്ലോ. പിന്നെ സ്വതന്ത്രം എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ഇരിക്കുന്നു ഇവിടെ. അതെ ആണല്ലോ. അവരതുകൊണ്ട് UDF പ്ലാറ്റ്ഫോം അവരുടെ തീരുമാനമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല. ഞങ്ങളെ അല്ല, അതൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു പാല അനാഥമാകിയല്ല എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്നാ? അനാഥമാകിയല്ല. ഇന്ന് ഫയലിന്റെ കാര്യം ചോദിച്ചപ്പോഴേ ഫയൽ മോഷണം പോയിട്ടുണ്ടെന്നാണോ പറഞ്ഞത്? അതായത് ഫയലിന്റെ കാര്യം ഞങ്ങളെ സംബന്ധിച്ച് ചെയർപേഴ്സണോട് പണ്ട് ഒരു ചോദ്യം ചോദിക്കേണ്ട ചോദ്യമായിരുന്നു, ഫയൽ പോയിട്ടുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ട് ചെയർപേഴ്സൺ അന്ന് മറുപടി വരാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചട്ടപ്രകാരം അജണ്ട വെച്ചത്. അതിന്റെ അകത്ത് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, സൂപ്രണ്ടിന് കത്ത് കൊടുത്തിട്ടുണ്ട്, SP ക്ക് കത്ത് കൊടുത്തു പറയുമ്പോൾ ഫയൽ മോഷണം പോയെന്നല്ലേ. മറ്റു കാര്യങ്ങൾ ഞങ്ങൾ അവിശ്വാസ ചർച്ചയല്ല ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് ചെയർപേഴ്സൺ ഇന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നതല്ല. മനസ്സിലായി? ഞങ്ങൾ അന്നും ഇന്നും വളരെ ജെന്റിൽമാനായിട്ടാണ് നിൽക്കുന്നത്. അല്ല, അത് തീർച്ചയായിട്ടും നിങ്ങൾ അതിപ്പം പാലക്കാർ പറയാൻ തുടങ്ങി. പാലക്കാർ ഇപ്പം പറയുന്ന കാര്യമില്ല. പണ്ട് പറഞ്ഞു കേരള കോൺഗ്രസ് 37 വർഷം ഭരിച്ചു. കാരണം നിങ്ങൾക്കറിയാം, കേരള കോൺഗ്രസ് ഇവിടെ ഭരിച്ചപ്പോൾ നിങ്ങൾക്ക് കണക്കെടുത്താൽ ഞങ്ങൾ സാങ്കേതികമായിട്ട് ഭൂരിപക്ഷം ഇല്ലെങ്കിലും മുനിസിപ്പാലിറ്റി ഈ പ്രാവശ്യം 200 വോട്ടിന് ഭൂരിപക്ഷം മുന്നില്ല. അതുപോലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിന്റെ കാര്യത്തിൽ മുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് സാങ്കേതികമായിട്ട് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ട് ഇവിടെ സംഭവിച്ചു തന്നെ ഇപ്പം പാലായിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നോക്കി, തുടർച്ചയായിട്ട് 4 കൌൺസിൽ മേള. പിള്ളേർ കളിയാ, ചുമ്മാ പിള്ളേർ കളിയാണ് കൌൺസിൽ. പിള്ളേർ കളി കളിക്കുമോ? നിങ്ങളൊന്ന് മനസ്സിലാക്കി. പിള്ളേർ കളിയല്ലേ ചുമ്മാ നടന്നത്? ഒരിക്കലില്ല. ഞാൻ പറയാം, ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന 4 യോഗ്യങ്ങളും ചെയർപേഴ്സൺ 1 മിനിറ്റ് കൊണ്ട് നോർമൽ കൌൺസിൽ മറുപടി പറയേണ്ട കേസേ ഉള്ളൂ. അത് കൌൺസിൽ പോലും ഞങ്ങൾ ചോദിച്ചൊന്ന് മഴക്കാല പൂർവ്വ പൈസ അനുവദിച്ചോ? ചോദ്യം അനുവദിച്ചു എന്ന് പറഞ്ഞാൽ പോരെ? അത് പറഞ്ഞില്ല. 2 ഞങ്ങൾ ചോദിച്ചു ഫയൽ മോഷണം പോയോ? 2, 3 ഓട്ടോ സ്റ്റാൻഡ് വിഷയത്തിൽ എടുത്ത തീരുമാനം എന്ന് പറയുമ്പോൾ ഓട്ടോക്കാർക്ക് അനുകൂലമല്ല. അതുകൊണ്ട് സ്പെഷ്യൽ കൌൺസിൽ വിളിച്ച് ചേർക്കണം. പിന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയെ സർക്കാർ നിയമപ്രകാരം മറ്റേ ആശുപത്രിയെ നിയമിക്കണം. അതായത് അതിനകത്ത് കൌൺസിൽ വെച്ചാൽ മതി, ഭൂരിപക്ഷം എടുക്കുമെന്നും ആവശ്യമില്ല. കാരണം സർക്കാർ ഓർഡറാണ്. അങ്ങനെയുള്ള കാര്യത്തിൽ മറുപടി പറയാൻ വരുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് നിയമാനുസൃതമായി കിട്ടിയ ചട്ടം 7 പ്രകാരം ഞങ്ങൾ കൌൺസിൽ വിളിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് കൂടുതൽ ഇന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്തില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് കാര്യം പറഞ്ഞത്.